ഒരു കാലത്ത് മൈസൂർ കർണാടകയുടെ തലസ്ഥാനമായിരുന്നു. ഓടയാർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് മൈസൂറായിരുന്നു കർണാടകയുടെ തലസ്ഥാനം. ആ നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. കർണാടകയിലെ RTCയുടെ ബസ്സുകൾ നിരനിരയായി പോകുന്നത് കാണാം. ഈ ജംഗ്ഷൻ കടന്ന് മുന്നോട്ടുള്ള വഴിയിലാണ് കൊട്ടാരമുള്ളത്. കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം മൈസൂർ നഗരമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ നഗരമെന്നും പറയാം. കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടാണ് കാണുന്നത്. ആ മതിൽക്കെട്ടിൽ കാണുന്ന കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് നാം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഓടയാർ രാജാക്കന്മാരാണ് ഇന്ന് കാണുന്ന മൈസൂർ നഗരത്തിൻ്റെ ശില്പിയും. ഈ കൊട്ടാരം നിർമ്മിച്ചതും രാജവംശത്തിൻ്റെ കാലത്താണ്. മൈസൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്ന സമയവും അതാണെന്ന് പറയപ്പെടുന്നു. ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂർ നഗരത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരൊന്നും ഈ കൊട്ടാരം പൊളിച്ചു കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ടിപ്പുവിൻ്റെ ആസ്ഥാനം ശ്രീരംഗപട്ടണമായിരുന്നു. ഈ കൊട്ടാരം അതേപടി നിലനിർത്തി ആണ് ടിപ്പു ഭരണം നടത്തിയത്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിവിശാലമായ കോമ്പൗണ്ടും അതിൽ അതിബൃഹത്തായ നിർമ്മിതിയായ മൈസൂർ കൊട്ടാരവും കാണാം. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലം മൈസൂർ പാലസാണ്. പുരാവസ്തു വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 50 ലക്ഷം ആളുകളാണ് ഓരോ വർഷവും പാലസ് സന്ദർശിച്ച് മടങ്ങുന്നത്. പാലസിനുള്ളിലേക്ക് പാദരക്ഷകൾ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാൽ അങ്ങേയറ്റത്ത് കാണുന്ന ആ കൗണ്ടറിൽ പാദരക്ഷകളെ ഏൽപ്പിച്ച ശേഷമാണ് നാം കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിബൃഹത്തായ നിർമ്മിതിയാണ്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ, അറബ്, റോമൻ, ഗോത്തിക്, രജപുത് ശൈലികളിൽ ഒരുമിപ്പിച്ചാണ് ഇതിൻ്റെ വാസ്തുവിദ്യ. അതിൻ്റെ എല്ലാ പ്രൗഢിയും നമുക്ക് കൊട്ടാരത്തിനുള്ളിൽ കാണാം. പുറത്ത് എത്ര ചൂടാണെങ്കിലും ഒരു AC റൂമിലിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കൊട്ടാരത്തിനുള്ളിൽ അനുഭവപ്പെടുക. ഒരുപാട് ബ്രിട്ടീഷ് കാലത്തെ പെയിൻറ്റിങ്ങുകളും യുദ്ധങ്ങളുടെ ചിത്രങ്ങളും മനോഹരങ്ങളായ സ്വർണ്ണ മഞ്ചലുകളും വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിളക്കുകളുമെല്ലാം നമുക്ക് ഉള്ളിൽ കാണാം. അത് കഴിഞ്ഞ് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിവിശാലമായ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം. ആ നടുമുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന കൊട്ടാരം നിർമ്മിച്ചത് ഓടയാർ രാജവംശമാണ്. ഏതാണ്ട് 400 വർഷം പഴക്കം ഈ കൊട്ടാരത്തിന് പുരാവസ്തു വകുപ്പ് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ 1897 ജയലക്ഷ്മണ എന്ന രാജകുമാരിയുടെ കല്യാണ സമയത്ത് ഈ കൊട്ടാരത്തിന് അഗ്നിബാധയുണ്ടാവുകയും കൊട്ടാരം ഭാഗികമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ കൊട്ടാരം പുനർനിർമ്മിച്ചത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ്. കൃഷ്ണ രാജേന്ദ്ര വോഡയാർ 4ാമൻ എന്ന രാജാവാണ് ഈ കൊട്ടാരം പുനർനിർമ്മിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സർ ഹെൻറി ഇർവിനെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ 15 വർഷത്തെ മേൽനോട്ടത്തിനൊടുവിലാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായത്. കൊട്ടാരത്തിൻ്റെ നവീകരണം പൂർത്തിയായി 1912
ഇത് രാജകുടുംബത്തിനെ ഏൽപ്പിക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റുമായി ഏതാണ്ട് 12ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് പലതും ഇന്നത്തെ രാജാവിൻ്റെയും രാജ്ഞിമാരുടെയും കുടുംബാംഗങ്ങൾക്കും ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ വേണ്ടിയാണ് അത്രയും അടുത്ത് ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ 1940കളിൽ പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രം നവീകരിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ അന്നത്തെ നിർമ്മാണ ചെലവ് ഏതാണ്ട് 250 കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അന്നത്തെ 250 കോടി രൂപ. മൈസൂർ രാജാക്കന്മാർ അത്രമാത്രം സമ്പന്നരായതുകൊണ്ടാണ് ഈ കൊട്ടാരം ഈ രീതിയിൽ നിർമ്മിക്കാൻ സാധിച്ചത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടം ഇന്ത്യൻ ആർക്കിയോളജി ഏറ്റെടുക്കുകയും പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആർക്കിയോളജി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ പ്രൗഢമായ ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണം ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വാസ്തുവിദ്യ, ഇതൊക്കെയാണ് ഈ കൊട്ടാരത്തെ ആകർഷണീയമാക്കുന്നത്. ഇന്നത്തെ കൊട്ടാരത്തിലെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരുന്ന ബൃഹത്തായ മുറ്റമാണ് നമുക്ക് ആ മുന്നിൽ കാണുന്നത്.